ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. പരബ്രഹ്മസ്വരൂപനായ സ്വാമി തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. അറിവിൻ്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ നമ്മുടെ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ, പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജി മാം, പ്രിയ മേഘ ടീച്ചർ, ഗ്രൂപ്പിൻ്റെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി, അഡ്മിൻ പാനൽ അംഗങ്ങളെ, പ്രാർത്ഥനകളാൽ ഗ്രൂപ്പിനെ ധന്യമാക്കുന്ന ഗ്രൂപ്പിലെ ആത്മമിത്രങ്ങളെ, ഗുരുസ്ഥാനീയരെ, ബാലവേദിയിലെ കുഞ്ഞുമക്കളെ, ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. മഹാഗുരുവിൻ്റെ കൃതികളും ചരിതങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചതയം മുതൽ ചതയം വരെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടന്നു വരുന്ന ഈ മഹനീയ തീർത്ഥയാത്രയുടെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചത് മഹാഗുരുവിൻ്റെ കാരുണ്യമായി കരുതുന്നു. ഗുരുവിനെ രക്ഷകനായി കണ്ട് ഗുരുവിനെ ഈശ്വരനായി ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഗുരുവിൻ്റെ ഭക്തന്മാർക്ക് ഏതാപത്തിലും കൈപിടിച്ച് ഏതാപത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ മഹാഗുരു എപ്പോഴും കൂടെ ഉണ്ടാകും. ആ വിശ്വാസമാണ് ഓരോ ഗുരുഭക്തന്മാർക്കും ഏറ്റവും കൂടുതലായിട്ട് അവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ ആയിട്ട് ഉണ്ടാകേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത്. വിശ്വാസം ഉറപ്പായിട്ടും നമ്മളെ രക്ഷിക്കും. എൻ്റെ വീടിൻ്റെ അടുത്ത് നമുക്കൊരു ഗുരുദേവ ക്ഷേത്രമുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും ചതയത്തിന് പൂജയൊക്കെ നടക്കാറുണ്ട്. പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരു ഓണക്കാലത്താണ് നമ്മുടെ ചതയത്തിനും അതുപോലെ പൂജാ സമയത്തും ഒക്കെ നമ്മുടെ ശാഖയിൽ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പം ഗുരുവിനോട് വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ്റെ പേര് ആദിത്യൻ എന്നാണ്. അപ്പം അവൻ്റെ അമ്മയ്ക്ക് വീട്ടുകാർക്കൊക്കെ ഗുരുവിനെ നല്ല വിശ്വാസമാണ്. അപ്പോൾ ഇതുപോലെ ഒരു പൂജ സമയത്തൊക്കെ അവൻ ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ വരികയും അവിടെയുള്ള എല്ലാ കാര്യത്തിലും പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് ഒരു പൂജ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഒരു വീക്കിൽ അവൻ്റെ ശിവഗിരിയിൽ പോവാണ്. കാരണം പിന്നെ 10ാം ക്ലാസ്സിൽ പരീക്ഷയൊക്കെ വരികയാണ്. അപ്പോൾ അതിന് മുന്നേ ശിവഗിരിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അവൻ ആഗ്രഹം പറഞ്ഞ് അങ്ങനെ അവൻ്റെ വീട്ടുകാരെ അവനെയും കൊണ്ട് ശിവഗിരിയിൽ പോയി. ശിവഗിരിയിൽ ചെന്ന് അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് പതിവില്ലാതെ എന്നും അവർ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നതായിരുന്നു. പക്ഷെ അവൻ അന്ന് പതിവില്ലാതെ കൂടുതൽ സമയവും ആ മഹാഗുരുവിൻ്റെ മുമ്പിൽ നിന്ന് അവിടെ കിടന്ന് കുറച്ചധികം സമയം പ്രാർത്ഥിക്കുകയും എഴുന്നേറ്റ് വരുമ്പോൾ അവൻ്റെ കണ്ണ് നിറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവൻ്റെ അമ്മ ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അവരങ്ങനെ ഒരു ശിവഗിരി യാത്രയെല്ലാം കഴിഞ്ഞ് പിന്നീട് അവരുടെ സ്കൂളിൽ നിന്ന് ഒരു ടൂർ പ്രോഗ്രാമിന് അവൻ പോവുകയാണ്. അപ്പോൾ ആ ടൂറിന് പോകുന്ന സമയത്ത് നമ്മുടെ ശാഖയിലെ 2 കുട്ടികളാണ് ആ പ്രോഗ്രാമിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരു കുട്ടി +1-നും ഒരു കുട്ടി 10ാം ക്ലാസ്സിലും. അപ്പോൾ രണ്ടാമത്തെ കുട്ടി ഒരു പെൺകുട്ടിയാണ്, ഗൗരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് സാധാരണ എല്ലാ സ്കൂൾ ടൂറിനും എല്ലാവരും അവൾ പോകുന്നതാണ്. പക്ഷേ ഇത്തവണ ടൂർ പോകാനായിട്ട് ടീച്ചർമാർ പറഞ്ഞപ്പോൾ അവളുടെ ഫാദർ അവളെ വിട്ടില്ല. ടീച്ചർമാർ ആളുടെ ഫാദറിനെ നിർബന്ധിക്കാൻ വേണ്ടി ആളുടെ ഫോണിലോട്ട് വിളിച്ചെങ്കിലും ആൾക്ക് കോള് പോയില്ല, ആൾ എടുത്തില്ല. എടുത്തിരുന്നെങ്കിൽ അദ്ദേഹം വിടുമായിരുന്നു. പക്ഷേ അദ്ദേഹം സ്ട്രിക്റ്റ് ആയിട്ട് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോകണ്ട എന്ന് കരുതി. അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു 8 കൂട്ടുകാരികളും ആ ട്രിപ്പിന് പോയില്ല. എന്നാൽ നമ്മുടെ ആദിത്യൻ അതിനകത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ സ്കൂളിൽ നിന്നും പുറപ്പെട്ട ടൂറിസ്റ്റ് ബസ്, അന്ന് കേരളത്തിലെ പത്രങ്ങളിൽ മുഴുവൻ ആ വാർത്ത വന്നിരുന്നു. ആ ബസ് ഒരു KSRTCയുമായിട്ട് കൂട്ടിയിടിച്ച് വലിയൊരു ആക്സിഡൻറ്റ് നടന്നു. ആ ബസ്സിൽ നമ്മുടെ ആദിത്യനും ഉണ്ടായിരുന്നു. ആദിത്യൻ, ഞാൻ പറഞ്ഞല്ലോ, ശിവഗിരിയിലെല്ലാം പോയി. അതിനുശേഷം അധികം വൈകാതെയാണ് അവൻ ഈ യാത്ര പോകുന്നത്. അപ്പോൾ ഈ ബസ് ആക്സിഡൻറ്റ് നടക്കുന്നതിന് തൊട്ട് മുന്നേ വരെ അവൻ ഇരുന്ന സീറ്റിൽ നിന്നും ആ സമയത്ത് അവൻ മൊബൈൽ ചാർജ് ചെയ്യാൻ എന്തോ ആവശ്യത്തിന് ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. 5 മിനിറ്റ് കഴിഞ്ഞില്ല, അതിനു മുന്നേ ആ വണ്ടി ആക്സിഡൻ്റായി. നടുങ്ങുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ തൊട്ടടുത്തിരുന്ന കുഞ്ഞ് ഇന്ന് ജീവനോടെ ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾ ആ ആക്സിഡൻറ്റിൽ നിന്ന് മരിച്ചുപോയി. നമ്മുടെ ആദിത്യൻ, അവൻ പൊതുവെ സൈലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അവനൊന്നും പറ്റില്ലെന്ന് മാത്രമല്ല അവൻ പറയുന്നത്, അവൻ്റെ അടുത്ത് നിഴൽ പോലെ ഒരു രൂപം വന്നിട്ട്
അവനോട് പറയാണ് ജനലിടിച്ചു തുറക്കൂ എന്ന് പറയുന്നു എന്ന്. അങ്ങനെ അവനൊരു പോറൽ പോലും പറ്റിയില്ലെന്ന് മാത്രമല്ല, അവൻ ആ ജനലൊക്കെ ഇടിച്ചു തുറന്ന് ടീച്ചേഴ്സിൻ്റെ കൂടെ മറ്റു കുട്ടികളെ രക്ഷിക്കാനും ഒക്കെ അവൻ ആ രക്ഷാപ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്തു. ആക്സിഡൻറ്റ് ന്യൂസ് അറിഞ്ഞ് പേടിച്ച് കുഞ്ഞിന് എന്താ പറ്റിയെന്നറിയാതെ അവൻ്റെ വീട്ടുകാരെല്ലാം ഓടി ചെല്ലുമ്പോൾ ഒരു പോറൽ പോലും പറ്റാത്ത ആദിത്യനെയാണ് ഗുരു അവർക്ക് കൊടുത്തത്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കംപ്ലീറ്റ് സ്കാനിങ് ഒക്കെ ചെയ്തു. പക്ഷെ അവനൊന്നും പറ്റിയിട്ടില്ല. അപ്പം അവൻ്റെ ടീച്ചേഴ്സ് പറയുകയാണ്, ഇങ്ങനെയൊരു കുട്ടിയല്ല അവൻ. അവൻ എങ്ങനെയാണ് ആ സമയത്ത് അത്രയും കാര്യങ്ങൾ ചെയ്തതെന്ന് അവർക്കറിയില്ല. അപ്പം കുഞ്ഞു പറയുന്നത്, അമ്മേ, എൻ്റെ അടുത്ത് ഗുരു വന്നിട്ടുണ്ടായിരുന്നു. ഗുരുവാണ് ആ സമയത്ത് അവന് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതെന്നും അവന് മനോധൈര്യം കൊടുത്തതെന്നുമാണ്. ഈ കുഞ്ഞിന് ഈ അനുഭവം ഉണ്ടായതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നത്തെ തവണ ചതയപൂജയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അവൻ്റെ അമ്മ വന്ന് ഭഗവാന്റെ മുന്നിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ്റെ അമ്മ നിർത്താതെ പൊട്ടി പൊട്ടി ഉറക്കെ കരയുകയാണ്. അപ്പോൾ എനിക്ക് അന്ന് കാര്യം മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ കുട്ടി ടൂറിന് പോയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ സംഭവമൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഇപ്പോഴും ആ ചേച്ചി കഴിഞ്ഞ ദിവസം കൂടെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യം. ഗുരു തന്നെയാണ് അന്ന് അവൻ പതിവില്ലാതെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവൻ കൂടുതൽ സമയം അവിടെ പ്രാർത്ഥിച്ചു. അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ പതിവില്ലാതെ അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു. അവിടെ മുതൽ അവനെ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് തന്നെയായിരിക്കാം അവർക്ക് വിശ്വസിക്കാനായിട്ട് ആ അനുഭവം. അങ്ങനെ ഒരു വിശ്വാസം ഉറപ്പായിട്ടും അവർക്ക് ആ അനുഭവത്തിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന പോലെ ഒരുപക്ഷെ വിധി കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടതായ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കണമെന്ന് തന്നെയാണ്. എന്നിരുന്നാൽ പോലും കണ്ണിൽ കൊള്ളുന്നത് പിരികത്ത് കൊണ്ട് അതിനെ തട്ടിക്കളയാനും ഒരുപക്ഷെ ആയുസ് അത് പറഞ്ഞു കൊടുത്തത് നീട്ടിക്കൊടുക്കാനും ഇല്ല. വിശ്വാസമുള്ള ഒരു ഭക്തന് നമ്മുടെ സ്വാമിക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന വിശ്വാസം തന്നെയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. സ്വാമിക്ക് എന്തും ചെയ്യാൻ കഴിയും. മരിച്ചിട്ടുള്ള ആളുകളെ ജീവിപ്പിച്ച സ്വാമിയാണ്. ഏത് മാറാരോഗത്തെയും മാറ്റിക്കൊടുത്ത സ്വാമിയാണ്. ആ സ്വാമിയുടെ ഭക്തന്മാർക്ക് ഏത് ആപത്തിലും കൈപിടിച്ച് അവരെ രക്ഷിക്കാനായിട്ട് മരണത്തിൻ്റെ അടുക്കൽ നിന്നും തിരിച്ച് കൊണ്ടുവരാൻ പോലും നമ്മുടെ സ്വാമിക്ക് ഉറപ്പായിട്ടും സാധിക്കും. ആ വിശ്വാസമാണ് ഓരോ ഭക്തനും ഉണ്ടായിരിക്കേണ്ടത്. ആദിത്യനെ പോലെ ഗുരുവിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും നമുക്ക് ചുറ്റും. നമ്മൾക്കും അങ്ങനെ എപ്പോഴും ഏതാപത്തിലും കൈവിടാതെ നമ്മളെ കാത്തുരക്ഷിക്കാനായിട്ട് മഹാഗുരു ഉണ്ടാവട്ടെ. ഗുരുവിൻ്റെ ഒരു കരം നമ്മുടെ കയ്യിൽ എപ്പോഴും അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. ആ ഭഗവാന്റെ അടുത്ത് നിന്നും ഒരല്പം പോലും അതിലേക്ക് മാറിപ്പോകാതെ കുറച്ചും കൂടി ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.